എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 517/2019 UPSC റാങ്ക് ലിസ്റ്റ് 9/10/2025 അവസാനിച്ചിരിക്കുകയാണ്. പുതിയ റാങ്ക് ലിസ്റ്റായ 707/2023 UPSC റാങ്ക് ലിസ്റ്റ് 10/10/2025 ഇന്ന് നിലവിൽ വന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കോട്ടയം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റാണ്. ഇതിൻ്റെ കട്ട് ഓഫ് ആയി വന്നിട്ടുള്ളത് 59 മാർക്കാണ്. തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന UPSC റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 55.67 ആയിരുന്നു. ഇനി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും ഡീറ്റെയിൽസായി നമുക്ക് നോക്കാം. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 104 പേരാണ്. ഈ വർഷത്തെ കോട്ടയം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 104 പേരായിരുന്നു. തൊട്ട് മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 143 പേരായിരുന്നു. അതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷം കോട്ടയം ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ ചെറിയ ഒരു കുറവുണ്ടായിട്ടുണ്ട്. മുമ്പ് അത് 143 ആയിരുന്നു. ഈ പ്രാവശ്യം അത് 104 പേരാണ്. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 110 പേരാണ് ഈ വർഷത്തെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. തൊട്ട് മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് അത് 87 പേരായിരുന്നു. ഓരോ കാറ്റഗറീസ് വൈസ് ആയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മുസ്ലിം 18 പേരാണ്. ലാറ്റിൻ കത്തോലിക്ക 7 ആളുകളാണ്. OBC 5 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശ്വകർമ്മ 4 പേർ, SIUC നാടാർ 5 പേർ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി 5 പേർ, ധീവര 4 പേർ, ഹിന്ദു നാടാർ 5 പേർ, EWS 10 പേർ. ഇനി ഭിന്നശേഷി പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 11 ആളുകളാണ്. അത് ലോ വിഷനിൽ 5 പേർ, ഡെഫിൽ 1, ലോക്കോമോട്ടർ ഡിസബിലിറ്റിയിൽ 5 പേർ. ഇങ്ങനെ 11 പേരാണ് ഈ പ്രാവശ്യത്തെ ഭിന്നശേഷി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഭിന്നശേഷി പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 6 ആയിരുന്നു. ഈ പ്രാവശ്യം അത് 11 ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ലിസ്റ്റിൽ കോട്ടയം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റിൽ 236 പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. ഈ പ്രാവശ്യം അത് 225 പേരാണ്. മെയിൻ ലിസ്റ്റിൽ 104, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 110, ഭിന്നശേഷി പട്ടികയിൽ 11, ടോട്ടൽ 225. കഴിഞ്ഞ പ്രാവശ്യം അത് മെയിൻ ലിസ്റ്റിൽ 143, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 87, ഭിന്നശേഷി പട്ടികയിൽ 6, അങ്ങനെ ടോട്ടൽ 236 ആയിരുന്നു. കോട്ടയം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.